Assalamu alaikum, my beloved sisters. Today's our topic chia seeds. Chia seeds കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതെങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്ന് പലർക്കും അറിയില്ല. അതിൻ്റെ ഫലങ്ങൾ കൂടുതലാണ് താനും. അപ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അമേരിക്ക. അത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നല്ല ഒരു സീഡാണിത്. ഇതിൽ ധാരാളമായിട്ട് നാരുകളും പ്രോട്ടീൻ, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, കാൽസ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മുതലായവ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയത് കൊണ്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത്. അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ എങ്ങനെ കഴിക്കാം, എത്ര കഴിക്കാം, ധാരാളം കഴിച്ചാൽ എന്താ ഗുണം, എന്താ ദോഷം എന്നതിനെക്കുറിച്ച് അറിയാൻ, അതായത് ഇതിൽ ഗ്ലൂട്ടൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്കും ഇതൊരു ഫുഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ രാവിലെ വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ചിയാ സീഡ് കുതിർത്ത് വെച്ച് കഴിച്ചാൽ, അത് 1 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴിച്ചാൽ വെയിറ്റ് ലോസിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതായത് അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് 2 ടേബിൾ സ്പൂൺ വരെയാണ് ഒരു ദിവസം കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഇട്ട് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല അസിഡിറ്റി കുറയുകയും ചെയ്യും. അസിഡിറ്റി ഇല്ലാത്തവർക്ക് പച്ചവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുതിർത്ത് വെച്ചതാണെങ്കിൽ അപ്പാടെ കഴിക്കാം. പിന്നെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് ഇതിന് ഹാർട്ടിന് ഒരുപാട് ഗുണം ചെയ്യും. ഇതിന് വെയിറ്റ് ലോസിന് കാരണമാകുന്നു. അതായത് നോർമൽ ക്വാളിറ്റിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അധികമായി പോകാൻ പാടില്ല. പിന്നെ സ്കിൻ ഗ്ലോ ചെയ്യും നന്നായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ ഏജ് റെഡ്യൂസും ചെയ്യും. പിന്നെ ഡാമേജ്ഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ചെയ്യും. വയറ് കുറയും. പ്രോട്ടീനും ഫൈബറും റിച്ച് ആയതുകൊണ്ട് തന്നെ രാവിലെ ഇത് കുടിച്ചാൽ വിശക്കുകയുമില്ല, ആഹാരം കുറയുകയും ചെയ്യും. തൽഫലമായി നമ്മുടെ വെയിറ്റ് ലോസും ഉണ്ടാകുന്നു, നമുക്ക് വെയിറ്റ് ലോസും സംഭവിക്കുന്നു. ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഡൈജഷനാണ്. ദഹനത്തെ ഒരുപാട് സഹായിക്കുന്നു. ദഹന സംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വെരി യൂസ്ഫുള്ളാണ്. പിന്നെ വേസ്റ്റ്, അതായത് അരഭാഗം കുറയുകയും വയറ് കുറയുമ്പോൾ തന്നെ അരവണ്ണം കുറയുകയും വയറ് കുറയുകയും ചെയ്യുന്നു. ഇത് എല്ലിനും പല്ലിനും മസിൽസിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നു. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സ്കിൻ ഗ്ലോ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഒരു ടോപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ ഹെയർ ഗ്രോത്തിനും ഹെൽപ്ഫുള്ളാണിത്. ഈ 2 സ്പൂൺ എന്ന് പറയുന്നത് ഏകദേശം 28 ഗ്രാംസ് ഉണ്ടാകും. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ഷുഗർ ലോസും BP ഉള്ളവർക്കാണ് BP കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഫുൾ ബോഡിക്ക് വേണ്ട മഗ്നീഷ്യം, ഫോസ്ഫറസ് എല്ലാം ഗെറ്റ്സ് ഫ്രം ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒന്നും പുറത്തുനിന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരികയില്ല. ഇത് ചിയാസീഡ് ഒരു സൂപ്പർ ഫുഡാണെന്ന് തന്നെ പറയാം. അമിതമായാൽ, അധികം യൂസ് ചെയ്താൽ വെയിറ്റ് ഗെയിനും വയർ സ്തംഭനം, ഗ്യാസ് ഫോർമേഷൻ എന്നീ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബോഡിയിൽ നാര് കൂടുതൽ പാടില്ലാത്തത് തന്നെ മെയിൻ കാരണം. ആസ്പിരിൻ അതായത് ബ്ലഡ് ഡൈല്യൂട്ട് ആകുന്നതിനുള്ള ആസ്പിരിൻ ഗുളികകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ ഇത് കുടിക്കാവൂ. പിന്നെ കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ റിച്ചാണ്. ഇത് സ്മൂത്തിയിൽ ചേർത്ത് കഴിക്കാം. പിന്നെ സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡ്രസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അങ്ങനെ കണ്ട കാര്യത്തിലൊക്കെ അതിൻ്റെ മേലെ ഡ്രസ് ചെയ്യാനും ഉപയോഗിക്കാം. എല്ലാ ഫുഡ് ഐറ്റംസിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹീമോഗ്ലോബിൻ ലോസ് ഉള്ളവർക്കും ഇത് കഴിക്കാം. അതായത് അനീമിക് ആകുന്നവർക്കും ഷുഗർ പേഷ്യൻസിന് അനീമിക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളൊന്നും ധാരാളം കഴിക്കാൻ പറ്റില്ല. പക്ഷേ ചിയാ സീഡ് കഴിക്കാം. പിന്നെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് വേണ്ടിയിട്ട് കുടിക്കുകയാണെങ്കിൽ രാവിലെ പറഞ്ഞല്ലോ, ചെറുനാരങ്ങയിൽ 2 സ്പൂണ് ചിയാ സീഡ്സ് ഇട്ടിട്ട്, ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ തേനും ചേർത്ത് കഴിക്കാം. നാരങ്ങ ഒരിക്കലും കൂടി പോകരുത്. പിന്നെ ഇതുമൂലം വയറിലുള്ള കൊഴുപ്പ്, തൈഫാറ്റ്
പിന്നെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ വണ്ണിച്ച് ടയറായി നിൽക്കുന്ന അതൊക്കെ കുറയാൻ സഹായിക്കുന്നു. ഈ സീഡ് കുതിർത്താണ് ഉപയോഗിക്കേണ്ടത്, അത് അപ്പാടെ ഉപയോഗിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിന് പകലമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുള്ള പാലിൽ നിന്ന് പാട കളഞ്ഞ ശേഷം അതിൽ 2 സ്പൂൺ ഓട്സ് ഇട്ട് മൂടി വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്സ് അതിൽ വെന്ത് കഴിഞ്ഞിരിക്കും. അതിനോടൊപ്പം 2 സ്പൂൺ ചിയാ സീഡ്സ് കുതിർത്തത് ഇടുക. രാവിലെ വെറും വയറ്റിൽ കഴിച്ചവർ വീണ്ടും ചിയാ സീഡ് കഴിക്കാൻ പാടില്ല, കഴിക്കാത്തവർ. പിന്നെ ഇങ്ങനെ പാലിൽ 2 ടീസ്പൂൺ ചിയാ സീഡ്സ് കുതിർത്തതും പിന്നെ അതിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനത്തെ ഒക്കെ പിന്നെ കട്ട് ചെയ്തിടാം. പിന്നെ അതിൽ ഈ സിട്രിക് ഫ്രൂട്ട്സ് പറ്റൂല, പാലുള്ളത് കൊണ്ട് തന്നെ സിട്രിക് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യണം. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ അതായത് പിന്നെ ആപ്പിള്, പിന്നെ കുക്കുംബർ, ആപ്പിള് അങ്ങനെ തന്നെ പഴങ്ങൾ, അതൊരു റോബസ്റ്റ പഴം, പൂവമ്പഴം അതൊക്കെ മുറിച്ചിടാം. അങ്ങനെയും പിന്നെ കഴിക്കാം. അതുപോലെ രാവിലെ ഇങ്ങനെ സ്മൂത്തി ആയിട്ട് കഴിക്കുന്നവർ പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് പിന്നെ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് കഴിച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെ ഇഡ്ഡലിയും പുട്ടും പത്തിരിയൊന്നും കഴിക്കരുത്. കാരണം അതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഹെവിനെസ് ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോസും അപ്പോൾ നോമ്പ് പ്ലസ് ഡയറ്റ്, നോമ്പ് വിത്ത് ഡയറ്റ് എന്ന വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.